കാറെന്താ തീരുമാനം? എന്താ പ്രീമിയം കാറും പറഞ്ഞു. അല്ല, എനിക്ക് അതിന് മാത്രം പടമില്ല. നിങ്ങൾ പാത പിന്തുടരാൻ നിനക്ക് പടമുണ്ട്, നിങ്ങൾക്കൊക്കെ അങ്ങനെ തരും. ഞാനിപ്പോ ഈ പാതയിൽ വെറുതെ വന്നിട്ട് കാര്യമില്ലാത്തോണ്ട് ഞാൻ മിണ്ടായിരിക്കുക. നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക് നമ്മുടെ വഴികൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു പടം, നാട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഒരു ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു പടം ഇടയ്ക്ക് കിട്ടും, ഞാനത് ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ, ആ റൂട്ടിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ എന്തായാലും സമരം ആണല്ലോ, ഒരു അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, അമേരിക്കയിലൊക്കെ രാജാവ് എന്നാ പറയണേ, അമേരിക്കയിൽ പ്രോഗ്രാം രാജാവാണ്. അമേരിക്കക്കാര് പറയണ പുള്ളിയല്ല, എന്നോട് പറഞ്ഞത് സ്വയം രാജാവാണെന്നാണ്. അല്ലെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അല്ല ഇവൻ പറഞ്ഞേ, എനിക്ക് ചില സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒക്കെ വിളികൾ അമേരിക്കയിലെ ഷോയ്ക്കൊക്കെ വിളി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ നടക്കുന്ന ഷോ ഉണ്ട്, നടക്കാത്ത ഷോ ഉണ്ട്, പല വിളി വരും. ഷോയുടെ കാര്യത്തിൽ ഞാൻ രാജാവാണ്, നീ എന്നെ സിനിമയ്ക്ക് വിളിക്കും, ഞാൻ നിന്നെ ഷോയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞു. ഞാനൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാർട്ടർ പരിപാടിയിൽ അതുകൊണ്ടാണ് കഴിഞ്ഞ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി ബോംബെക്ക് പോയത്. അത് രാജാവുണ്ടല്ലോ അവിടെ, രാജാവിനെ നമ്പി പോവാന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചു. ആ പാത പിന്തുടരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളവിടെ വരാം. ഇല്ല, സ്റ്റേജിൽ വന്നിട്ട് മിണ്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ.